ഹായ് ഫ്രണ്ട്സ്, ഉർവശി ശാപം ഉപകാരം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം പരിചിതമാണത്. അതായത്, നീ ആണും പെണ്ണും കെട്ടവനായി പോകട്ടെ എന്ന ഉർവശിയുടെ ശാപം അജ്ഞാതവാസക്കാലത്ത് അർജുനന് ഉപകാരപ്പെട്ടു എന്നാണ് കഥ. ശ്രീ RLV രാമകൃഷ്ണനെ സംബന്ധിച്ച് ഈ ചൊല്ല് തികച്ചും അന്വർത്ഥമാണ്. അതായത്, സത്യഭാമ നർത്തകിയുടെ അതിരൂക്ഷ വിമർശനത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അനുഗ്രഹീത കലാകാരൻ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാലോകർ അറിയുന്നത് തന്നെ. അവർ പറഞ്ഞു, കാക്കയുടെ നിറമാണെന്നോ പെറ്റതള്ള സഹിക്കുകയെന്ന് അവരെ പറഞ്ഞു. അതിലുപരി അവർ പറഞ്ഞത് മോഹിനിയാട്ടം ആടേണ്ടത് മോഹിനിമാരാണ്, മോഹനന്മാരല്ല എന്നുള്ളതാണ്. ഏതാണെങ്കിലും കേരളീയ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് കൂടെ നിന്നു. അതിലെല്ലാം ഉപരി സോഷ്യൽ മീഡിയ ഈ പ്രശ്നം ഏറ്റെടുത്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏത് ചാനൽ തുറന്നാലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ സ്റ്റേജുകളിൽ അദ്ദേഹം നടത്തിയ ആ പരിപാടികൾ അതെല്ലാം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനം തിരിച്ചറിഞ്ഞു, ഇത്രയേറെ കഴിവുള്ള ഒരു കലാകാരനാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ സഹോദരനെന്ന്. എന്തിന്? കലാമണ്ഡലം തന്നെ അദ്ദേഹത്തിൻ്റെ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ വേദി ഒരുക്കി. പോരെ പൂരം. ഈ കഥയ്ക്കൊരു ആന്റി ക്ലൈമാക്സ് ഉണ്ട്. അതായത്, ഇപ്പൊ പോലീസ് കേസ് എടുത്തിരിക്കുക സത്യഭാമയ്ക്കെതിരെ. അതും അട്രോസിറ്റീസ് എഗനസ്റ്റ് SC/ST. കൊടുങ്ങും മോനെ, അഴിയെണ്ണും ഊരി പോരി അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദോഷം പറയരുതല്ലോ. ശ്രീ സുരേഷ് ഗോപി വരെ അദ്ദേഹത്തിനൊരു ഓഫർ കൊടുത്തു. അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിലെ ചെറുപ്പുത്സവത്തിന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായെന്നും പറഞ്ഞ്. എന്തുകൊണ്ടോ അദ്ദേഹം സ്വീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ശ്രമിച്ചാൽ സിനിമയിൽ ഒരു നല്ല വേഷം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുകയില്ലേ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. ഏതാണെങ്കിലും ശ്രീ രാമകൃഷ്ണന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ, തന്റെ കഴിവ് തെളിയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.